ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വാങ്ങിയ ബസിന്റെ ഫ്ലാഗ് ഓഫ് ഒറ്റപ്പാലം എംഎൽഎ കെ പ്രേംകുമാർ നിർവഹിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ബസ് വാങ്ങിയത്. ബസിന്റെ ഫ്ലാഗ് ഓഫ് ഒറ്റപ്പാലം എംഎൽഎ കെ പ്രേംകുമാർ നിർവഹിച്ചു. കോളേജ് വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ ബുദ്ധിമുട്ടിന് ഇതോടെ അറുതി വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എംഎൽഎ പറഞ്ഞു. ഒരു പ്രദേശത്തേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഒരു ജനപ്രതിനിധിയോട് എന്താണ് വികസനം വേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പറയും അവിടെ റോഡ് പറ്റ തകർന്നു കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു പാലം വേണം, അവിടെ ക്ഷീരസംഘത്തിന് ഒരു കെട്ടിടം വേണം, വായനശാലയ്ക്ക് ക്ലബിന് അവിടെ ഒരു ആസ്ഥാനമില്ല, അത് സ്ഥാപിക്കണം. അത്തരം ആവശ്യങ്ങളാണ് വരാറുള്ളത്. സ്വാഭാവികമായും ഈ ഒരു ആവശ്യം കൂടെ പാലക്കാട് ജില്ലയിലുള്ള ഏക സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജാണ്. ആ കോളേജിലെ ഒരു ആവശ്യം കൂടെ പരിഗണിക്കണമെന്ന താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഒട്ടേറെ പരിമിതികൾക്ക് നടുവിലും മറ്റാവശ്യങ്ങൾക്കൊപ്പം 30 ലക്ഷം രൂപ മുൻഗണനയായി വെച്ച് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിന് ഒരു ബസ് അനുവദിച്ചിട്ടുള്ളത്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന് നിർദ്ദേശം വരാത്തതോ അത് ഒരു മുൻഗണനയിലേക്ക് വരാത്തതോ ആരുടെയെങ്കിലും കുറ്റമായി പറഞ്ഞതല്ല. സമൂഹത്തിന്റെ ഒരു പൊതുധാരണ എഞ്ചിനീയറിംഗ് കോളേജിലേക്കൊക്കെ സർക്കാർ ഫണ്ടിട്ടുണ്ട്, അതെല്ലാം സർക്കാർ നോക്കിക്കോളും, സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലേ എന്നുള്ളതാണ്. സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും ചെറുതും വലുതുമായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവും. ആ പരിമിതികളെയും മറികടക്കാനുള്ള ഒരു പിന്തുണ, സഹായം നൽകുക എന്നുള്ളത് ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ചുമതല കൂടിയാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ വിഷയങ്ങളിലെല്ലാം ഇടപെടുന്നത് എന്നത് കൂടി നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ കെ മീനാക്ഷി, PTA സെക്രട്ടറി PN രാജേഷ്, PTA വൈസ് പ്രസിഡന്റ് SR ഹബീബുള്ള, വിവിധ ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരായ സബിത, അബ്ദുസമദ്, സംഗീത, കോളേജ് യൂണിയൻ ചെയർമാൻ ഷാബാസ് അമൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം.